പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഒരു സുവിശേഷ ഭാഗത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം അതാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ അതിനെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ വല്ലാത്തൊരു ശാസന ശിഷ്യന്മാർക്ക് നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അക്കാലത്ത് യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അയാളിങ്ങനെ എഴുന്നേൽപ്പിക്കാനായിട്ട് അവർക്കുള്ള കാരണം കാറ്റും കോളും ഇങ്ങനെ അലറി മറിയുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. എന്നാൽ ഉറങ്ങിക്കിടക്കുന്നവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് കിട്ടിയ മനുഷ്യർക്ക് പിന്നെ ശരിക്കും ഈ കാറ്റിൻ്റെയും കോളിൻ്റെയും ആഞ്ഞടിക്കൽ ആസ്വദിക്കുക എന്നുള്ളതായിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതിരുന്നവരെ നോക്കിയിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടതെന്തിനാ? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടതെന്തിനാ? കർത്താവ് ഒന്നാമത്തെ വായനയിൽ വചനത്തിലൂടെ നമുക്ക് തരുന്ന ഓർമ്മ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോടിത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവ് വരട്ടെ. കർത്താവ് വരുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹത്തോടുകൂടെയൊക്കെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടൊക്കെയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളുടെ നടത്തുമ്പോഴും നമ്മുടെ നെഞ്ചു പൊള്ളിക്കുന്നൊരു ചോദ്യമാണ് ഈ വരണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആ വിശ്വാസം കണ്ടെത്താനായിട്ടുള്ള വലിയ വെല്ലുവിളി ഇന്നത്തെ സുവിശേഷത്തിൽ കാണും. കർത്താവ് കൂടെയുള്ളപ്പോൾ ഏത് വഞ്ചിയാണ് മുങ്ങാൻ പോകുന്നത്? കർത്താവ് കൂടെയുള്ളപ്പോൾ എന്ത് പ്രയാസങ്ങളാണ് നമ്മളെ ഭരിക്കാൻ പോകുന്നത്? കർത്താവ് കൂടെയുള്ളപ്പോൾ എന്ത് പ്രതിസന്ധികളാണ് നമ്മളെ അടിമകളാക്കാൻ പോകുന്നത്? ഒരു ഭയങ്ങളും ഉത്കണ്ഠകളും ഇല്ലാതെ ജീവിക്കാൻ, കർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ, നിൻ്റെ കൂടെയുള്ളത് സർവശക്തനായ ദൈവമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ജീവിക്കാൻ വചനം പറയുന്നുണ്ടല്ലോ മക്കബായരുടെ പുസ്തകത്തിൽ. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയം വയ്ക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിങ്കലാണ് നമ്മുടെ പ്രത്യാശ. പിന്നെന്തിനാണ് നിങ്ങൾ പേടിക്കണേ? പ്രത്യാശ അവിടെയാണെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെട്ടത് എന്തിനാ? ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്ന് ലോകം പറയുന്ന സമയത്ത് പോലും നമ്മൾ കർത്താവിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്രയാസങ്ങളുടെ നേരത്തും ബുദ്ധിമുട്ടുകളുടെ നേരത്തും കർത്താവ് കൂടെയുണ്ടെന്ന് പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ശക്തി പകരുകയും ചെയ്യുന്നുണ്ട് നമ്മൾ. കർത്താവെ, ആ വിശ്വാസം ഒരിക്കലും ഇങ്ങനെ കുറഞ്ഞു പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ എന്നെ കാണാനായിട്ടുള്ള അവൻ്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് എത്തുമ്പോൾ ഈശോയെ, അങ്ങയെ ഇങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടെ തലയുയർത്തി പിടിച്ചു നോക്കി നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുഹൃദയ മാസത്തിന്റെ അവസാന ദിവസമാണ്. ഈ തിരുഹൃദയത്തിലേക്ക്
എൻ്റെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കണം, എന്നിട്ട് സ്വസ്ഥമാവണം. കാരണം ആ ഹൃദയം തുടിക്കുന്നത് എന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, എൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ വേദനകൾ കണ്ടുകൊണ്ടാണ്. അത്ര ഹൃദയത്തിലേക്ക് ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ മാസം അവസാനിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ മുറിവിനാൽ എന്നെ വീണ്ടെടുത്തതിൻ്റെ സന്തോഷം പരസ്പരം പങ്കുവെച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ വലിയ സ്നേഹമുള്ളിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.